എനിക്കിനി ഒരു ദുഃഖം മാത്രമേ ബാക്കിയുള്ളൂ പാർവതി. എന്റെ മരുമകളെ കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഞാനും അത് ആഗ്രഹിച്ചു. മകനെ വിളിച്ചൊന്ന് പറഞ്ഞാലോ? ആ പെണ്ണ് ഒരു ദുശാഠ്യക്കാരിയാണ്. ധാരാളം സമ്പത്തുള്ള ഒരു വീട്, അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകൾ. അതിന്റെ എല്ലാ ദുർവാശിയും അവൾക്കുണ്ട്. എന്നോടോ രാജശേഖരനോടോ ചോദിക്കാതെയാണ് അവൾ ഒരിക്കൽ അവളുടെ വീട്ടിലേക്ക് പോയത്. അതിന്റെ വാശിയാണ് ഇവനും. ഇപ്പോ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോരണമെന്ന് അവൾക്ക് വേണ്ടി അവളുടെ അച്ഛൻ മാപ്പ് പറഞ്ഞെഴുതിയിരിക്കുന്നു. അത് ഞാൻ രാജശേഖരനോട് പറഞ്ഞിട്ടും അവനും വാശി. ഞാൻ പോയി പറയാം. രാജശേഖര, രാജശേഖര. എന്തോ? അച്ഛന് മരുമകളെ കാണണം. വേഗം പോയി കൂട്ടിക്കൊണ്ടുവരൂ. സാധ്യമല്ല. ഞാൻ അവളെ പോയി വിളിക്കുന്ന പ്രശ്നമേ ഇല്ല. ചോദിക്കാതെ പോയി, വിളിക്കാതെ വരണം. എനിക്കും അവളെ കാണണം. ഞാൻ പോവില്ല. പോണം. നിന്റെ അമ്മയാണ് പറയുന്നത്. പോയി വിളിച്ചോണ്ട് വരൂ. നീ എന്താ പതിവില്ലാതെ? അവൻ അച്ഛനെ കാണാൻ വന്നതല്ലേ? ആ, പണം വേണ്ടപ്പോഴൊക്കെ ഇവൻ വരാറുണ്ട്. ഇവന്റെ അനുജന് അതിനു പോലും സമയമില്ല. അവനിപ്പോ അച്ഛനും വേണ്ട, അമ്മയും വേണ്ട. ഞാൻ ഇപ്പൊ വന്നത് രാമൻ നായർ എന്റെ അവർക്ക് അയച്ച കത്ത് അച്ഛനെ വായിച്ചു കേൾപ്പിക്കാൻ. ആ, വായിക്കേ. ബഹുമാനപ്പെട്ട രവീന്ദ്രൻ കുഞ്ഞ് അറിയുന്നതിന് ഉണ്ണിത്താൻ അദ്ദേഹത്തെ അറിയിക്കുവാനുള്ള മനോവിഷമം കൊണ്ടാണ് കുഞ്ഞിനെഴുതുന്നത്. ദേവദാസ് കുഞ്ഞ് രാപ്പകലില്ലാതെ കുടിച്ച് ബോധം കെട്ട് നടക്കുകയാണ്. അതിനു പറ്റിയ ചില കൂട്ടുകാരും ചില ദിവസങ്ങളിൽ അടുത്തുള്ള ഒരു അഴിഞ്ഞാട്ടക്കാരുടെ വീട്ടിലാണ് കിടപ്പ്. നമ്മളാണ് അവനെ ഇങ്ങനെ ആക്കിയത്. പ്രതാപം പറഞ്ഞ് അവൻ ഇഷ്ടപ്പെട്ട ഒരു കല്യാണം കൂടി നടത്തി കൊടുക്കാതെ ഈ നിലയിലെത്തിച്ചു. അയ്യോ രവീന്ദ്ര, വേഗം ഡോക്ടറെ വിളിക്കേ. രവി, ഒന്ന് വേഗം വന്നേ. എന്റെ മോനെ ഞാൻ നശിപ്പിച്ചു. ഇല്ലാത്ത അഭിമാനമൊക്കെ ഉണ്ടെന്ന് ഞാൻ ധരിച്ചു. എന്റെ മോനെ മനസ്സിലാക്കാൻ, അവന്റെ സ്നേഹത്തിന്റെ ആഴം കാണാൻ ദുരഭിമാനിയായി എനിക്ക് കഴിഞ്ഞില്ല. അയ്യോ എന്റെ ദൈവമേ. ദേവദാസ്, ദേവദാസ്, ഒരു ടെലഗ്രാം ഉണ്ട്. ടെലഗ്രാമോ? എന്താ വിവരം? നിന്റെ അച്ഛൻ അച്ഛൻ നിന്റെ അച്ഛൻ മരിച്ചുപോയി. നാം എല്ലാം മരിക്കേണ്ടവരല്ലേ അമ്മേ, ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ പോയിട്ടേ നീ പോവത്തുള്ളൂ എന്ന് എപ്പോഴും പറയുമായിരുന്നു. നമുക്കറിയാതിരിക്കെ അവസാന നിമിഷം വരെ നിന്നെ ഓർത്തായിരുന്നു വിഷമം. കഴിഞ്ഞൊക്കെ കഴിഞ്ഞില്ലേ അമ്മേ? അതൊക്കെ ആലോചിച്ച് അമ്മോട് കിടപ്പിലായാൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത് കണ്ടില്ലേ? അമ്മ വന്നേ, മരുന്ന് കഴിക്കാം. വന്നേ അമ്മേ, വന്നേ. മാധവ, എന്തോ? കമലം വരുന്നുണ്ട്. വിശേഷപ്പെട്ട വിഭവങ്ങളെല്ലാം ഉണ്ടാക്കണം. ആ, അടുത്തുള്ളവർക്കൊക്കെ ഊണ് കൊടുക്കണം. ശരി അമ്മേ. മോളെ, അച്ഛനെ നമസ്കരിക്കൂ.
കമലം, ഇതാണ് നിന്റെ വീട്. നീ ഇവിടെ താമസിക്കേണ്ടവളാണ്. എന്റെ പ്രായമുള്ള നിങ്ങളുണ്ടല്ലോ ഇവിടെ. എനിക്ക് നിന്റെ പ്രായമേ കാണും. പക്ഷേ വിധി എന്നെ പല മക്കളുടെയും മരുമക്കളുടെയും അമ്മയാക്കി. ആ വിധിയെ ഞാൻ മാനിക്കുന്നതുകൊണ്ട് മനസ്സുകൊണ്ട് ഒരു 60 വയസ്സായി എനിക്ക്. എന്റെ മോക്ക് ക്രമേണ അത് മനസ്സിലാവും. പാർവതി, മോളെ, പറയാതെ വന്നെങ്കിലും അച്ഛനും സദ്യ ഉണ്ടാവല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അച്ഛൻ ഇവിടെ എപ്പോ വേണമെങ്കിലും സദ്യ ഉണ്ണാം. അച്ഛൻ വരാത്ത കുഴപ്പമേ ഉള്ളൂ. സമയം കിട്ടണ്ട മോളെ. അല്പ കൃഷിയൊക്കെ ഉണ്ട്, കൂടുതലൊന്നുമില്ല. പിന്നെ കുറെ നാളായില്ലേ ഇവള് വീട്ടിലേക്ക് വന്നിട്ട്. ഒന്ന് വിളിച്ചുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് എങ്ങനെ വരും അച്ഛാ? കുട്ടികളുടെ കാര്യമൊക്കെ നോക്കണ്ടേ? ഇപ്പോഴാണെങ്കിൽ മരുമകളും വന്നിട്ടുണ്ട്. പാർവതി ഇവിടുന്ന് പോയാൽ എല്ലാം തകരാറിലാവും. പിന്നെ അച്ഛൻ വിളിച്ചല്ലേ, ഒന്ന് പോയിട്ട് വേഗം ഒന്ന് പോന്നാ മതി. ഏതായാലും ഞാൻ ഊണ് തയ്യാറാക്കാം. എന്റെ മകളുടെ ഭാഗ്യം. അമ്മാവ, സുഖമാണോ മോളെ? ദേവദാസിന് അതേപ്പറ്റി ഒന്നും ചോദിക്കണ്ട. എന്താണ്? പാർവതിയുടെ കല്യാണത്തിന് ശേഷം സുഖം എന്താണെന്ന് എന്റെ കുഞ്ഞറിഞ്ഞിട്ടില്ല. ഇപ്പൊ രാപകലില്ലാതെ കുടിക്കുകയാണ്. ഇരുമ്പായിരുന്ന ശരീരം വെറും തുരുമ്പായി. ആരുപദേശിക്കാനാ? ഏമാനം മരിച്ചു. എനിക്കും കൂടി അങ്ങ് മരിച്ചാ മതിയായിരുന്നു. അമ്മാവ് മരിച്ച പിന്നെ ദേവദാസിന് ആരുണ്ട്? ചെറുപ്പം മുതൽ അമ്മാവനല്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതെ മോളെ. ഇവിടെ വന്നാലെങ്കിലും മദ്യപാനത്തിന് കുറച്ച് കുറവുണ്ടാവുമെന്ന് വിചാരിച്ചു. എവിടെ? രാവിലെ മുതൽ ഇതാ അവിടെ ഇരുന്ന് കുടിക്കുക. കുഞ്ഞെങ്കിലും വന്ന് ഒന്ന് ഉപദേശിക്കും. ഇരിക്കെ പാർവതി, എന്താ മുഖത്തൊരു വിഷമം? ഇനി എന്ത് വിഷമിക്കാനാ? എല്ലാം കഴിഞ്ഞില്ലേ പാർവതി? കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്ത് രസം. പഠിക്കാൻ പോയതും ഒളിച്ചു കളിച്ചതും കുസൃതികളും നിന്റെ കോപവും എന്റെ തല്ലും. അന്ന് നമ്മൾ എത്ര സന്തോഷമായി കഴിഞ്ഞു. ഇന്ന് ദുഃഖം മാത്രം. പാർവതി, ഇരിക്കെ ഇരിക്കെ. നെറ്റിയിലെ പാട് ഇനിയും മാഞ്ഞിട്ടില്ല. പാർവതി വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കെന്ത് വിശേഷം? പാർവതിയുടെ വിശേഷം ഞാൻ പറയട്ടെ. കൊട്ടാരം പോലൊരു വീട്, പാർവതിയേക്കാൾ വലിയ മക്കൾ, കോടീശ്വരനായ ഭർത്താവ്,
പിന്നെ എന്തെല്ലാം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ. ഞാനൊരു കാര്യം പറയട്ടെ, കേൾക്കുമോ? തീർച്ചയായും. ദേവദാസ് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം. ഞാനും അതേപ്പറ്റി ആലോചിക്കാറുണ്ട്. എന്നെപ്പോലൊരു പെണ്ണിനെ കിട്ടിയാൽ ഞാൻ തീർച്ചയായും വിവാഹം കഴിക്കും. എന്നെ പോലെയോ? എന്നെപ്പോലെ നിർഭാഗ്യവതിയായ ഒരു പെണ്ണോ എങ്ങനെ കിട്ടാൻ? എങ്ങും കാണില്ല. ദേവദാസ്, ഞാനൊരു കാര്യം അറിഞ്ഞത് ശരിയാണോ? എന്ത് കാര്യം? ദേവദാസ് കുടിക്കുമോ? ആര് പറഞ്ഞു? ആരുമാകട്ടെ, ദേവദാസ് കുടിക്കുമോ? കുടിക്കും. എന്റെ ദേവദാസ്, അങ്ങ് ഒരിക്കലും കുടിക്കരുത്. എനിക്കതിന് കഴിയില്ല പാർവതി. കഴിയണം. അങ്ങ് വിചാരിച്ചാൽ തീർച്ചയായും സാധിക്കും. അങ്ങ് സത്യം ചെയ്യൂ, ഇനി കുടിക്കില്ലെന്ന്. ശരി, ഞാൻ സത്യം ചെയ്യാം. പക്ഷെ പാർവതിയും സത്യം ചെയ്യണം, എന്നെ ഇനി ഓർക്കുകയില്ല എന്ന്. എനിക്കതിന് കഴിയില്ല. എന്റെ പാർവതി, നീ ഇല്ലാത്ത ദുഃഖം അല്പമെങ്കിലും മറക്കാൻ കഴിയുന്നത് കുടിക്കുന്നത് കൊണ്ടാണ്. അതിന് നീ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ സത്യം ചെയ്യാം. നീ എന്തിനാ കരയുന്നത്? നിന്നെ കരയിക്കാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങയുടെ ജീവിതം നശിപ്പിച്ചത് ഞാനാണ്. അങ്ങന്റെ വീട്ടിൽ വരും. അങ്ങയുടെ പാദസേവ ചെയ്തെങ്കിലും ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരം ഉണ്ടാകട്ടെ. അങ്ങ് വരുമോ? വരാം. എപ്പോ? ഒരിക്കൽ ഞാൻ വരാം. നിശ്ചയമായും വരുമോ? വരാം. ഈ വാക്ക് ഞാൻ മറക്കില്ല. ഇത് സത്യം. പാർവതി പോകുന്നു. സമയമേറെയായി. ചന്ദ്രികേ, നീ ഈയിടെ വലിയ ബുദ്ധിമുട്ടിലാണെന്ന് കേട്ടല്ലോ. വീണ്ടും നൃത്തം തുടങ്ങിക്കൂടെ? പട്ടിണി കിടന്ന് മരിച്ചാലും ഇനി അങ്ങനെ ഒരു ജീവിതം വേണ്ട. ദേവദാസ് എനിക്ക് നല്ലൊരു മാർഗം കാണിച്ചു തന്നു. എന്റെ ദേവനാണ് അദ്ദേഹം. ദേവദാസ് ഇപ്പൊ കോടീശ്വരനാണ്. ഇനി ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. വന്നില്ലെങ്കിലും ചന്ദ്രിക മരണം വരെ കാത്തിരിക്കും. നീ ആരെങ്കിലും വിവാഹം കഴിക്കും. എനിക്ക് വിവാഹമേ വേണ്ട. നിന്റെ ഇഷ്ടം. എന്റെ ജീവിതം ഒന്ന് തിരുത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ദേവദാസിന്റെ വീടിന്റെ താക്കോലാണ്. എന്നെങ്കിലും ദേവദാസ് വന്നാൽ നീ ഇത് കൊടുക്കണം. വേഗം കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ചു കൊടുക്ക. അത്യാവശ്യം എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങിച്ചോളൂ. അപ്പുറത്തോട്ട് ചെന്ന് നോക്കിയേ, എന്താണ് നിങ്ങളുടെ രണ്ടാനമ്മ കാണിക്കുന്നത് കാണാം. എന്ത് കാണിക്കുന്നു? എന്നും കാണിക്കുന്നത് തന്നെ. വീട്ടിലെ വകയെല്ലാം എടുത്ത് ഓരോരുത്തർക്ക് ദാനം ചെയ്യുന്നു. അവർക്ക് നല്ല പേര് സമ്പാദിക്കാൻ. കുഞ്ഞു കുട്ടികളൊന്നുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അമ്മ കൊടുക്കുന്നതേ ഇവിടുള്ളത് അവരുടെ വകയായതുണ്ടാ. ഇവിടെ ഉള്ളത് അവരുടെ വകയാകണമെങ്കിൽ വീട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവരണമായിരുന്നു. അമ്മയെ പറ്റി ഒരു അക്ഷരം വേണ്ടി പോരുത്. പറയും, കാണുന്നത് ഞാൻ പറയും. അവരിവിടെ വാരി കൊടുക്കുന്നത് മാത്രമല്ല, അവരുടെ വീട്ടിലും വാരി കൊടുത്തയക്കുന്നുണ്ട്. എന്താ രാശേരത്? അടിച്ചു. അമ്മയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവളെ ഇനിയും ഞാൻ അടിക്കും. ഇതിനാണോ അമ്മ ഇവളെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്? ഞാൻ എഴുന്നള്ളിച്ചതല്ല. കമലത്തിന് അവകാശപ്പെട്ട വീട്ടിലേക്ക് അവൾ വന്നതാണ്. അത് മനസ്സിലാവാത്തോണ്ടാണ് നിനക്ക് ഈ ദേഷ്യം. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നാൽ ചൂണ്ടിക്കാട്ടേണ്ടത് കമലമാണ്. പോട്ടെ മോളെ, നീ പറഞ്ഞത് ഞാൻ കേട്ടു. വല്ലവരും ഒന്ന് സങ്കടം പറയുമ്പോ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കുന്നത് എന്റെ ഒരു ശീലമായിപ്പോയി. എന്റെ വീട്ടിലായിരുന്നപ്പോ കൂടുതലൊന്നും എടുത്തു കൊടുക്കില്ല. കാരണം ഇല്ല. ഇവിടെ ആവുമ്പോ മുൻപിൻ നോക്കാതെ എടുത്തു കൊടുത്തു പോവും.
അതിനൊരു നിയന്ത്രണം വരുത്തേണ്ടത് നീയാണ്. ഏത് കാര്യവും സന്ദർഭം നോക്കി പറയണമെന്ന് മാത്രം. ഇനി മുതൽ താക്കോൽ നീ വെച്ചിരുന്നാ മതി. വണ്ടി നിർത്ത്. അമ്മാവാ, ദേവദാസ് കുടിച്ച് എല്ലാ നിയന്ത്രണവും വിട്ട് നടക്കുകയാണെന്ന് എന്റെ ഒരു കൂട്ടുകാരിയുടെ കത്തുണ്ടായിരുന്നു. നേരാണ്. കുഞ്ഞിനെ ഇനി ആർക്കും രക്ഷിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. രക്ഷിക്കണം. എന്റെ ദേവദാസ് മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടണം അമ്മാവ. അതിനുവേണ്ടി എന്ത് ത്യാഗവും ഞാൻ ചെയ്യും. ദേവദാസിനെ എനിക്ക് ഉടനെ കാണണം. അതിനാണ് ഞാൻ വന്നത്. അയ്യോ, കുഞ്ഞ് ബാംഗ്ലൂർക്ക് പോയി. ചേട്ടനോട് രൂപ വാങ്ങിച്ചോണ്ട് ചെല്ലാൻ എന്നെ നിർത്തിയിരിക്കുക. നമുക്ക് തിരിച്ചു പോവാം. വീട്ടിൽ പോകുന്നില്ലേ കുഞ്ഞെ? ഇല്ല. എന്നെ കണ്ട വിവരം അമ്മാവൻ ദേവദാസിനോട് പറയണം. എന്നെ പണത്തിന് വേണ്ടി ഇങ്ങോട്ട് അയച്ചിട്ട് ദിവസം എത്രയായി? അവിടെ ചെലവ് എങ്ങനെ കഴിയുന്നു ആവും. മദ്യപാനം അല്പം കുറയൊന്നല്ലേ ഉള്ളൂ, സാരമില്ല. കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ഒരു തഞ്ചവും ഇല്ല. അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട്. അവന്റെ ആവശ്യവും പറഞ്ഞ് മേല രാമൻ നായർ ഇങ്ങോട്ട് വരരുത്. അവനെ ഈ തറവാട്ടിൽ ഏതൊരു അവകാശമില്ല. അയ്യോ, കുഞ്ഞെങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? രാമൻ നായരുടെ പ്രയാസം കാണാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇത്രയും രൂപ കൂടെ തരുന്നു. കുഞ്ഞിവിടെ വന്നോ? ഇല്ല, ഇവിടെ വരാറേ ഇല്ല. വീട് തുറന്നു കിടക്കുന്നു. വീട്ടിനകത്തുള്ള സാധനങ്ങൾ ഒന്നും കാണുന്നില്ല. ആരെങ്കിലും മോഷ്ടിച്ചായിരിക്കും. കുഞ്ഞെവിടെയാണോ എന്തോ. നമുക്ക് അന്വേഷിക്കാം. അയ്യോ, കുഞ്ഞെ, കുഞ്ഞെ. എണീറ്റു. പാർവതി, 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 നിന്നെ ഞാൻ അടിച്ചോ? പാർവതി, പാർവതി, കുടിച്ചില്ലെങ്കിൽ എന്റെ ഹൃദയം പൊട്ടിപ്പോകും. പാർവതി, പാർവതി, ഞാൻ കുടിച്ചോട്ടെ? പാർവതി, 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 എന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? അമ്മാവനും ഞാനും കൂടെ. ഞാൻ എവിടെയായിരുന്നു? റോഡിൽ. ഞാൻ അറിയിക്കുന്ന സ്ഥലം. അവിടെ നിന്നെടുത്ത് നല്ലവളായ നിന്റെ കിടക്കയിൽ കൊണ്ടിട്ടു. നിന്റെ കിടക്ക വൃത്തികേടാക്കി. അങ്ങനെ പറയരുത്. എന്റെ കിടക്ക പവിത്രമായി. എന്നെ നല്ലവളാക്കി അങ്ങ് തൊടുന്നിടം എല്ലാം ശുദ്ധമാകും. ചന്ദ്രികെ, നിന്നെ ഞാൻ ചന്ദ്രയെന്ന് എന്ന് വിളിച്ചോട്ടെ? അതെന്റെ ഭാഗ്യം. ചന്ദ്രേ, നീ എത്രയോ നല്ലവളാണ്.
പാർവതിയെ പോലെ നല്ലവൾ. നിന്നെ ഞാൻ അധിക്ഷേപിച്ചു. നിന്റെ മുഖത്ത് അടിക്കുകകൂടി ചെയ്തു. അങ്ങനെ ശാസിക്കായിരുന്നു. അതുകൂടെ ഞാൻ നല്ലവളായി. ചന്ദ്രയ്ക്ക് എന്നോടുള്ള സ്നേഹം ഞാൻ മനസ്സിലാക്കും. എന്റെ പൊന്നു കുഞ്ഞെ, എന്താണ്? അമ്മാവാ, വേഗം ഡോക്ടറെ വിളിക്കേ. ഇതെന്താണ്? ഓപ്പറേഷൻ. മദ്യപിക്കുമായിരുന്നു? ധാരാളം. വരൂ. അമ്മാവ, കുറച്ച് വെള്ളം. എങ്ങനെയുണ്ട് ഡോക്ടർ? നിങ്ങൾ നിർഭാഗ്യവതിയാണ്. അയ്യോ, അദ്ദേഹം എന്റെ ഭർത്താവല്ല, ഞാൻ ജോലിക്കാരിയാണ്. എങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിച്ചേക്കും. കുഞ്ഞെ വെള്ളം. എനിക്ക് നാട്ടിൽ പോണം. ഈ നിലയിൽ അങ്ങ് പോവരുത്. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത് നിനക്ക് നല്ലതല്ല. ഞാൻ കൂടെ അതുവരെ വരാം. വേണ്ട, സഹായത്തിന് അമ്മാവനുണ്ടല്ലോ. ഞാൻ വരട്ടെ. അയ്യോ വേണ്ട. ഇത് വാങ്ങിക്കൂ. എനിക്കിനി ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഇനിയിപ്പോ നീ കാണും. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇത് സത്യം. അമ്മാവനെ അല്പനേരം കിടക്കണം. വേണ്ട കുഞ്ഞെ. വേണം, ഉറങ്ങണം. എനിക്കൊരു കുഴപ്പമില്ല.
ഈ രാത്രി വണ്ടിക്ക് വന്നതാ. സ്റ്റേഷനിൽ ഓട്ടോയും ടാക്സിയും ഒന്നും കിട്ടിയില്ല. കടത്തുണ്ടാവുമെന്ന് പറഞ്ഞു. അയ്യോ, കടത്തുകാരൊക്കെ പോയല്ലോ സാറേ. സാറിന് എങ്ങോട്ടാ പോകേണ്ടത്? മണിമംഗലത്ത്. മണിമംഗലത്തോ? ഞാനതിനടുത്താ. ഞാൻ വള്ളത്തെ കുറച്ച് ചരക്കുമായിട്ട് വന്നതാ. നേരം വെളുത്തിട്ട് പോകാമെന്ന് വെച്ചു. പക്ഷെ ഒത്തിരി ദൂരമുണ്ട്. ഇപ്പോ എന്നെ എവിടെ കൊണ്ടാക്കണം? ചോദിക്കുന്ന രൂപ തരാം. ശരി, പോകാം. പകുതി ദൂരേ ആയുള്ളൂ.
സാർ സാർ അയ്യോ വേണ്ട സാർ. അയ്യോ വേണ്ട. ദേവദാസ്, ഇലഞ്ഞുമുറ്റം. ഇയാളെ താൻ അറിയൂ? ആരെന്ന് എനിക്കറിയില്ല. രാത്രിയുള്ള തീവണ്ടിക്ക് വന്നതാണ്. മണിമംഗലത്ത് പോകണമെന്ന് മാത്രം പറഞ്ഞു. വള്ളത്തിൽ കയറിയത് മുതൽ രക്തം ഛർദിക്കുകയായിരുന്നു. വള്ളം കടവിലെടുത്തപ്പോഴേ മരിച്ച പോലായി. ഞാൻ ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. അമ്മേ, ആ അമ്മയുടെ നാട്ടുകാരൻ ഒരാൾ അവിടെ മരിച്ചു കിടക്കുന്നു. എന്റെ നാട്ടുകാരനോ? അതെ അമ്മേ, ദേവദാസ് നായരുടെ പേര്. അമ്മേ, പാവം, എവിടെ ജനിച്ചു എവിടെ വളർന്നു, തെരുവിൽ കിടന്ന് മരിക്കാനാണ് വിധി. അമ്മേ, അമ്മേ, അമ്മേ. ജയശേഖര, എവിടെയോ കിടന്നൊരു അനാഥൻ വഴി കിടന്ന് മരിച്ചതിന് പാർവതിയോട് പറയേണ്ട കാര്യം എന്താ? അയാൾ അമ്മയുടെ നാട്ടുകാരനാ. അമ്മയുടെ നാട്ടുകാരൻ. പാർവതി, ആരാ അവിടെ? ആ ഗേറ്റ് അടയ്ക്ക്. ദേവദാസ്, ദേവദാസ്.